പട്ടാമ്പി ബസ് സ്റ്റാൻഡ് പരിസരത്ത് ഡ്രെയിനേജിൻ്റെ പ്രവർത്തനം വളരെ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. ഈ ഡ്രെയിനേജിൻ്റെ പ്രവർത്തനം ആരംഭിച്ച സമയത്ത് എല്ലാ കടകളിൽ നിന്നുള്ള കക്കൂസ് മാലിന്യം ഉൾപ്പെടെ പഴയ ഡ്രെയിനേജിലേക്ക് പോകാവുന്ന രീതിയിൽ ഓരോ കടയിൽ നിന്ന് പൈപ്പ് ഇടുന്നതും ഞങ്ങൾ നേരിൽ കണ്ടതാണ്. എന്നാൽ പുതിയ ഡ്രെയിനേജ് പ്രവൃത്തി നടക്കുന്ന സമയത്ത് ഒരു കാരണവശാലും ഈ വേസ്റ്റ് പൈപ്പുകൾ ഇടണ്ട എന്നായിരുന്നു നഗരസഭയുടെ തീരുമാനം. ആ തീരുമാനം കരാറുകാരനെ അറിയിക്കുകയും ചെയ്തു. എന്നാൽ ചില സ്ഥാപനങ്ങൾ കരാറുകാരനെ സ്വാധീനിച്ചുകൊണ്ട് ഈ പണി നടക്കുന്ന സമയത്ത് തന്നെ പൈപ്പ് ഇടാനുള്ള ശ്രമങ്ങളൊക്കെ അവിടെ നടത്തി. ഒരു പൈപ്പ് അവിടെ സ്ഥാപിക്കുകയും ചെയ്തു. നഗരസഭയിൽ അടിയന്തരമായിട്ട് ഇടപെട്ട് ആ പ്രവൃത്തി, അതായത് പൈപ്പിടൽ പ്രവൃത്തി അവിടെ നിർത്തി വളരെ നല്ല രീതിയിൽ ഡ്രെയിനേജ് ഇപ്പോൾ അവിടെ നിർമ്മിച്ചിട്ടുണ്ട്. അപ്പോൾ കച്ചവടക്കാരുടെ ആ പ്രദേശത്തെ വ്യാപാരി സുഹൃത്തുക്കളുടെയൊക്കെ താല്പര്യപ്രകാരം നഗരസഭ ചെയർമാൻ എന്ന നിലയിൽ ഞാൻ അവിടെ ആ സ്ഥലം സന്ദർശിച്ചിരുന്നു. അവിടെ മഴവെള്ളം പോകാത്ത പ്രയാസങ്ങളെക്കുറിച്ചൊക്കെ അവർ സൂചിപ്പിക്കുകയുണ്ടായി. അതോടൊപ്പം തന്നെ വേസ്റ്റ് മാനേജ്മെൻറ്റ് സംവിധാനം എല്ലാ കടയിലും അടിയന്തരമായിട്ട് നൽകണമെന്നാണ് നഗരസഭ അവർക്കൊക്കെ നിർദ്ദേശം നൽകിയിട്ടുള്ളത്. പട്ടാമ്പി നഗരത്തിൽ ഏകദേശം 10,000-2,000 കടകളുണ്ട്. ഈ കടകളിൽ നിന്നുള്ള വേസ്റ്റ് പരിപൂർണമായി കക്കൂസ് മാലിന്യം ഉൾപ്പെടെ ഭാരതപ്പുഴയിലേക്ക് എത്തി ഭാരതപ്പുഴയുടെ വെള്ളം കോളിഫോം ബാക്ടീരിയയുടെ അളവ് ക്രമാതീതമായി വർദ്ധിച്ചുകൊണ്ട് ഈ വെള്ളം ഉപയോഗിക്കാൻ കഴിയാത്തൊരു സാഹചര്യം അവിടെ നിലവിലുണ്ടായിരുന്നു. ഇപ്പോൾ വെള്ളം കെട്ടിക്കിടക്കുന്ന സമയത്ത് തന്നെ ഒരുപാട് പ്രശ്നങ്ങളും പ്രയാസങ്ങളും നമ്മളൊക്കെ അനുഭവിച്ചതാണ്. ഇതേ വെള്ളം തന്നെയാണ് കുടിവെള്ളമായി എല്ലാ കടകളിലേക്കായാലും അല്ലെങ്കിൽ വീടുകളിലേക്കായാലും വിതരണം ചെയ്യുന്നത്. ആയതുകൊണ്ട് തന്നെയാണ് നഗരസഭ അത്തരം ഒരു നിലപാട് സ്വീകരിച്ചത്. ഏതെങ്കിലും ഒരു സ്ഥാപനത്തിന് വേണ്ടി നമ്മൾ അതിലൊരു വിട്ടുവീഴ്ച ചെയ്തു കഴിഞ്ഞാൽ എല്ലാ സ്ഥാപനങ്ങളിൽ നിന്നുള്ള മാലിന്യം അത് ഡ്രെയിനേജ് വഴി ഭാരതപ്പുഴയിലേക്ക് എത്തും എന്നുള്ളത് കൊണ്ടാണ് നഗരസഭ വളരെ ശക്തമായൊരു നിലപാട് ഇതിൽ സ്വീകരിച്ചിട്ടുള്ളത്. എല്ലാ കടയിൽ നിന്നുള്ള റെയിൻ വാട്ടർ പോകാവുന്ന രീതിയിലേക്കുള്ളൊരു സെറ്റപ്പ് ഉണ്ടാക്കണം എന്ന് തന്നെയാണ് നഗരസഭ ആഗ്രഹിക്കുന്നത്. അത് വളരെ വിശദമായി ഉദ്യോഗസ്ഥരുമായി ചർച്ച ചെയ്ത് വളരെ കൃത്യമായ കൂടിയാലോചനയ്ക്ക് ശേഷം എടുക്കേണ്ട തീരുമാനമാണ്. നമുക്ക് എടുത്തു ചാടി ഒരു മണിക്കൂർ കൊണ്ട് പട്ടാമ്പി ടൗണിലെ ഡ്രെയിനേജ് പൊളിക്കാനുള്ള തീരുമാനം എടുക്കുന്നതിൻ്റെ ഭാഗമാവാൻ ഒരിക്കലും നഗരസഭ തയ്യാറില്ല. നഗരസഭ ഇനി ഒരു അന്തിമമായ ഒരു തീരുമാനം പറയണമെന്നുണ്ടെങ്കിൽ അടിയന്തരമായി നഗരസഭ ഒരു കൗൺസിൽ യോഗം വിളിച്ചു ചേർത്ത് അതിൽ ഡ്രെയിനേജ് പൊളിക്കേണ്ടത് കാര്യങ്ങളെക്കുറിച്ചും അതല്ലെങ്കിൽ മാലിന്യം പുഴയിലേക്ക് പൈപ്പിടേണ്ട കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഞങ്ങൾ വളരെ വിശദമായി ചർച്ച ചെയ്തിട്ട് തീരുമാനമെടുക്കാം. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അടങ്ങുന്നതാണ് ഈ നഗരസഭാ ഭരണസമിതി എന്ന് പറയുന്നത്. നഗരസഭാ ഭരണസമിതിയുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ഈ നഗരസഭാ പ്രദേശത്തുള്ള മുഴുവൻ ജനങ്ങളോട് കടപ്പാടും പ്രതിബദ്ധതയും എല്ലാവർക്കും ആരോഗ്യവും എല്ലാവർക്കും നല്ല കുടിവെള്ളം ഉണ്ടാകണം എന്ന് തന്നെയാണ് ഞങ്ങളൊക്കെ ആഗ്രഹിക്കുന്നത്. എന്നാൽ ഒരു വിഭാഗം കച്ചവടക്കാരെ പ്രയാസപ്പെടുത്തരുത് എന്നും ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് കച്ചവടക്കാരെ ഉൾപ്പെടെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള പല പ്രസ്താവനകളും ഞങ്ങൾക്കത് കാണാൻ സാധിച്ചിട്ടുണ്ട്. എന്തായാലും അത്തരം പ്രസ്താവനകളൊന്നും ഞങ്ങൾ മുഖവിലക്ക് എടുക്കുന്നില്ല. കാരണം ഞങ്ങൾ അതിൻ്റെ ഉത്തരവാദിത്തം ഞങ്ങൾ ഏറ്റെടുക്കുക. കാരണം ഒരു കാരണവശാലും വേസ്റ്റ് വെള്ളം ഡ്രെയിനേജിലേക്ക് ഒഴുക്കാൻ അത് ആര് നിർദ്ദേശിച്ചാലും അല്ലെങ്കിൽ ആര് തന്നെ തീരുമാനം എടുത്താലും നഗരസഭ അനുവദിക്കുന്ന പ്രശ്നം അതിലില്ല. അതാണ് നഗരസഭയുടെ സ്റ്റാൻഡ്. പഴയ സ്വർണ്ണമോർത്ത് ഇനി വിഷമിക്കേണ്ട. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഇതാ മൺസൂൺ ഗോൾഡ് എക്സ്ചേഞ്ച് ഫെസ്റ്റിവലും NRI ഫെസ്റ്റും. നിങ്ങളുടെ പഴയ സ്വർണം ഇപ്പോൾ 100% മൂല്യത്തോടെ ഒട്ടും നഷ്ടമില്ലാതെ മാറ്റിവാങ്ങാം. ഒരു പവന് 1000 രൂപ അധിക ലാഭവും. കൂടാതെ വെറും 5% നൽകി ഇപ്പോൾ അഡ്വാൻസ് ബുക്ക് ചെയ്യാം. ബുക്ക് ചെയ്ത ദിവസത്തെ വിലയോ വാങ്ങുന്ന ദിവസത്തെ വിലയോ ഏതാണോ കുറവ് ആ കുറഞ്ഞ വിലയിൽ പർച്ചേസ് ചെയ്യാം. ഫ്രീ ഇൻഷുറൻസും ലൈഫ് ടൈം മെയിന്റനൻസും ഇതോടൊപ്പം ലഭിക്കുന്നു. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. പഴയത് മാറ്റി പുത്തൻ തിളക്കത്തോടെ മടങ്ങൂ.